നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖംമൂടി സംഘം വീടിന്റെ വാതിൽ തകർത്ത് വയോധിക ദമ്പതികളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കാസർഗോഡ് പരവനടുക്കം കൈന്താറിലാണ് സംഭവം. കാസർഗോഡ് പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ KM അഹമ്മദ് സ്മാരക അവാർഡ് പാലക്കാട് മനോരമ ന്യൂസിലെ ക്യാമറാമാൻ A. നന്ദകുമാറിന് കഥാകൃത്ത് പത്മനാഭൻ കൈമാറി. അനുസ്മരണ സമ്മേളനവും നടന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം സ്വാഗതാർഹമെന്ന് EP ജയരാജൻ. കേരള താൽപര്യത്തിനൊപ്പമാണ് മുസ്ലിം ലീഗ് നിലപാടെന്നും EP. NCC ദേശീയ സൈക്കിൾ റാലിക്ക് കാസർഗോഡ് ഉജ്ജ്വല സ്വീകരണം. 42 ദിവസം കൊണ്ട് 3232 കിലോമീറ്റർ സഞ്ചരിച്ച് റാലി ന്യൂഡൽഹിയിൽ സമാപിക്കും. ദേശീയ ജനാധിപത്യ സഖ്യം NDA ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തൈക്കണ്ടോയിൽ സ്വർണം. കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി എടനീർ സ്വാമിജി സ്കൂളിലെ വിദ്യാർത്ഥിനി N. ഗന്യ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് മുഖംമൂടി സംഘം വയോധിക ദമ്പതികളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പരവനടുക്കം കൈന്താറിൽ പുലർച്ചെ 2:30 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ അക്രമി സംഘം ഇരുവരെയും കത്തി കാണിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവരുകയായിരുന്നു. കാസർഗോഡ് പരവനടുക്കം കൈന്താറിൽ മുഖംമൂടി സംഘം ദമ്പതികളെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി 4 ലക്ഷത്തോളം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കൈന്താർ കോടോത്ത് ഹൗസിൽ കോടോത്ത് കുഞ്ഞിക്കണ്ണൻ നമ്പ്യാർ, ഭാര്യ തങ്കമണി എന്നിവരെ ആക്രമിച്ചാണ് ആഭരണങ്ങൾ കവർന്നത്. പുലർച്ചെ 2:30 മണിയോടെയായിരുന്നു സംഭവം. വയോധിക ദമ്പതികൾ തനിച്ച് താമസിക്കുന്ന തറവാട് വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ അക്രമി സംഘം ഇരുവരെയും കത്തി കാണിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം തങ്കമണിയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും പിന്നീട് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളും കവർച്ച ചെയ്യുകയായിരുന്നു. ഇരുവരെയും തള്ളി താഴെയിട്ടാണ് മോഷ്ടാക്കൾ മടങ്ങിയത്. ഏതാണ്ട് 8 പവനിലേറെ സ്വർണ്ണാഭരണങ്ങളാണ് സംഘം കൊണ്ടുപോയത്. രാവിലെ ഇവർ മൊബൈൽ ഫോണിൽ വിളിച്ച് അയൽവാസികളെ വിവരം അറിയിക്കുകയും അയൽവാസികൾ സംഭവം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. ബേക്കൽ DYSP CK സുനിൽകുമാർ, മേൽപ്പറമ്പ് പോലീസ് ഇൻസ്പെക്ടർ K. ഉത്തംദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. മലയാളവും തമിഴും സംസാരിക്കുന്നവരാണ് സംഘത്തിലുണ്ടായിരുന്നതെന്ന് ദമ്പതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ KM അഹമ്മദ് സ്മാരക അവാർഡ് പാലക്കാട് മനോരമ ന്യൂസിലെ ക്യാമറാമാൻ A. നന്ദകുമാറിന് കഥാകൃത്ത് പത്മനാഭൻ കൈമാറി. അനുസ്മരണ സമ്മേളനവും നടന്നു. കാസർഗോഡ് പ്രസ് ക്ലബ് KM അഹമ്മദ് അനുസ്മരണവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. KM അഹമ്മദിന്റെ പേരിൽ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ പുരസ്കാരം പാലക്കാട് മനോരമ ന്യൂസിലെ സീനിയർ ക്യാമറാമാൻ A. നന്ദകുമാറിന് കഥാകൃത്ത് T. പത്മനാഭൻ സമ്മാനിച്ചു. ഇന്നത്തെ കാലത്തെ മാധ്യമ പ്രവർത്തന രീതിയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. പഴയ കാലത്തെ ലേഖകന്മാർ എന്ന് പറയുന്നവർ ഒട്ടുമുക്കാലും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത, ദീർഘകാലത്തെ പരിചയം, തയ്യാറെടുപ്പ്, ഇതിനൊക്കെ ശേഷമാണ് ഈ പത്രജീവ രംഗത്തിലേക്ക് കടന്നു വന്നത്. ഇന്ന് അങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പുണ്ടോ, പഠനമുണ്ടോ എന്നുള്ളത് സംശയമാണ്. മികച്ച വീഡിയോ ജേർണലിസ്റ്റിനെയാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. മനോരമ ന്യൂസിൽ സംപ്രേഷണം ചെയ്ത സംസ്ഥാന സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അവാർഡിന് അർഹനാക്കിയത്. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ്. മുതിർന്ന മാധ്യമ പ്രവർത്തകരായ MP ബഷീർ, സണ്ണി ജോസഫ് എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് നഹസ് P. മുഹമ്മദ് അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രദീപ് GN അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. KV പത്മേഷ്, മുജീബ് അഹമ്മദ്, അബ്ദുള്ളക്കുഞ്ഞി ഉദുമ, VV പ്രഭാകരൻ, നാസർ ചെറുക്കളം, CL ഹമീദ്, അവാർഡ് ജേതാവ് നന്ദകുമാർ എന്നിവർ സംസാരിച്ചു. 18 വർഷമായി മനോരമ ന്യൂസിൽ ജോലി ചെയ്തു വരികയാണ് നന്ദകുമാർ. അമൃത TV, ഇന്ത്യൻ വിഷൻ എന്നീ ചാനലിൽ പ്രവർത്തിച്ചിരുന്നു. 2 തവണ കേരള സംസ്ഥാന മാധ്യമ ജൂറി അവാർഡും 2 തവണ ഗിരീഷ് ഓമല്ലൂർ അവാർഡ്, റെഡ് റിബൺ അവാർഡ്, കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി എക്സിബിഷൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം സ്വാഗതാർഹമെന്ന് ഇ.പി. ജയരാജൻ. മുസ്ലിം ലീഗിന് വി ഡി സതീശനെ പോലെ തീവ്ര നിലപാടില്ല. കേരള താൽപര്യത്തിനൊപ്പമാണ് മുസ്ലിം ലീഗ് നിലപാട്. കേരളത്തിന്റെ കാര്യങ്ങളിൽ യോജിച്ച് മുന്നോട്ടു പോകാമെന്നും ഇ.പി. ജയരാജൻ കാസർഗോഡ് പറഞ്ഞു. അല്ല, മുസ്ലിം ലീഗ് പൊതുവെ ഈ വി ഡി സതീശൻ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനെ പോലെ ഒരു തീവ്ര നിലപാടെടുക്കുന്ന ആളല്ല. കാര്യങ്ങൾ ശരിയായ നിലയിൽ വിലയിരുത്തി കേരള താല്പര്യങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ച അഭിപ്രായം പറയുന്ന നേതാവാണ് അദ്ദേഹം. ഇന്നലെ പ്രകടിപ്പിച്ച അഭിപ്രായം യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റീഷ്യൻ്റെ, കേരളത്തിൽ ജീവിക്കുന്ന കേരളത്തിലൊരു പൊളിറ്റീഷ്യൻ്റെ ശരിയായ ഒരു നിഗമനമാണത്. തീർച്ചയായും മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളിൽ കേരളത്തിൻ്റെ താല്പര്യങ്ങളിൽ യോജിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ. അതൊന്നുമല്ല, അത് അടുക്കലും അകലെല്ലാം വേറെ. ഇത് കേരളത്തിൻ്റെ പ്രശ്നം, കേരളത്തിലെ 3.5 കോടി കേരളീയരുടെ പ്രശ്നമാണ്. അതിൽ സഹകരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വരുന്നത് തികച്ചും സ്വാഗതാർഹമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് കേരള സമൂഹം പൊതുവെ സ്വാഗതം ചെയ്തു. NCC ദേശീയ സൈക്കിൾ റാലിക്ക് കാസർഗോഡ് ഉജ്ജ്വല സ്വീകരണം. മഹിളാ ശക്തി കാ അഭേദ്യ സഫർ എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള റാലിയിൽ 14 വനിതാ കേഡറ്റുകൾ ഉൾപ്പെടെ 20 അംഗങ്ങളാണ് ഉള്ളത്. 42 ദിവസം കൊണ്ട് 3232 കിലോമീറ്റർ സഞ്ചരിച്ച സൈക്കിൾ റാലി ന്യൂഡൽഹിയിൽ സമാപിക്കും. NCC പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ 8-നാണ് സൈക്കിൾ റാലി കന്യാകുമാരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടത്. മഹിളാ ശക്തി കാ അഭേദ്യ സഫർ എന്ന ആപ്തവാക്യവുമായാണ് സ്ത്രീ ശക്തിയുടെ പ്രതീകമായി ദേശീയ സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നത്. ബ്രിഗേഡിയർ നരേന്ദ്ര ചാരാഗ് നയിക്കുന്ന സൈക്കിൾ റാലിയിൽ ഗുജറാത്ത് ഡയറക്ടറേറ്റിലെ 14 വനിതാ കേഡറ്റുകളാണുള്ളത്. 42 ദിവസം കൊണ്ട് 3232 കിലോമീറ്റർ സഞ്ചരിച്ച് ന്യൂഡൽഹിയിലാണ് സൈക്കിൾ റാലിയുടെ സമാപനം. ദേശീയ സൈക്കിൾ റാലിക്ക് കാഞ്ഞങ്ങാടും കാസർഗോഡും ഉജ്ജ്വല സ്വീകരണം നൽകി. आज़ादी के पहले 75 वर्ष चुनौतीपूर्ण कार्य करते हुए हमारा देश एक आर्थिक शक्ति और जिम्मेदार राष्ट्र के रूप में उभर के आया. समाज का एक वर्ग महिलाओं के योगदान को स्वीकार नहीं करता, पर सच्चाई यह है कि महिलाएं देश की तरक्की में बराबर की भागीदार है. इसका प्रमाण हाल ही में लॉन्च हुए चंद्रयान 3 और एशियन गेम्स में देखा गया. NCC महिला सशक्तिकरण के प्रति महत्वपूर्ण संस्था है. महिला शक्ति का अभेद्य सफर नाम की रैली 33 दिनों में 3232 किलोमीटर का सफर तय करेगी. कन्याकुमारी से शुरू हुई रैली दिल्ली में माननीय प्रधानमंत्री द्वारा फ्लैगिंग की जाएगी. हमारे अब तक के सफ़र में हमने नेवल एकेडमी और आगे के सफ़र में हम NDA खड़गवासला और भारतीय सेना के कमांडो ट्रेनिंग स्कूल से मिलने का भी सौभाग्य प्राप्त होगा. രാവിലെ 6 മണിക്ക് ഏഴിമല നാവിക അക്കാദമിയിൽ നിന്ന് പുറപ്പെട്ട സൈക്കിൾ റാലി 8 മണിക്ക് കാഞ്ഞങ്ങാടും 9 മണിക്ക് കാസർഗോഡും എത്തിച്ചേർന്നു. ജില്ലയിലെ സ്വീകരണ പരിപാടികൾക്ക് NCC 32 കേരള ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ C സജീന്ദ്രൻ, അസോസിയേറ്റ് NCC ഓഫീസർമാരായ ക്യാപ്റ്റൻ നന്ദകുമാർ കോറോത്ത്, ലഫ്റ്റനന്റ് K ലക്ഷ്മി, P ഗോപികൃഷ്ണൻ, മുഹമ്മദ് ബഷീർ, സുബേദർ മേജർ ദൊമ്പക വിശ്വേശ്വര റാവു എന്നിവർ നേതൃത്വം നൽകി. ഈ റാലിയുടെ സ്ലോഗൻ എന്ന് പറയുന്നത് മഹിളാ ശക്തി കാ അഭേദ്യ സഫർ, അതായത് പെൺകരുത്തിൻ്റെ മഹിമ. ഇതാണ് ഈ റാലിയുടെ സ്ലോഗൻ. ആ കാരണം കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്ന കേഡറ്റ്സുകൾ എല്ലാവരും ഗേൾ കേഡറ്റ്സ് ആണ്, NCC ഗേൾ കേഡറ്റ്സ്. അവർ ഗുജറാത്ത് ഡയറക്ടറേറ്റിലെ വഡോദര ഗ്രൂപ്പിൽ നിന്നുള്ളവരാണ്. ഇവരെ ലീഡ് ചെയ്യുന്നത് ബ്രിഗേഡിയർ നരേന്ദ്ര ചരാഗ്, ഗ്രൂപ്പ് കമാൻഡർ NCC ഗ്രൂപ്പ് വഡോദര. സമാപന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ ജനാധിപത്യ സഖ്യം NDA ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മന്ദിരത്തിൽ നടന്നു. BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. NDA ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മന്ദിരത്തിൽ നടന്നു. BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. CPMന്റെ ദുർഭരണത്തെ തുടർന്ന് മനംമടുത്ത ജനസമൂഹം രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുകയാണെന്നും ഈ രാഷ്ട്രീയ ധ്രുവീകരണം കേരളത്തിൽ മാറ്റമുണ്ടാക്കുമെന്നും അത് BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിക്ക് അനുകൂലമാകുമെന്നും AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ വലിയ മുന്നേറ്റം നടത്തുമെന്നുള്ള ഭയപ്പാടിലാണ് പിണറായി വിജയൻ. ഞങ്ങൾ ഉറച്ചു പറയുന്നു, NDA ഈ കൺവെൻഷനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, മിസ്റ്റർ പിണറായി, മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം ജനങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പാണ്, അറപ്പാണ്. നിങ്ങളെ ഭരണത്തെപ്പറ്റി പറയാനുള്ളത്, പിണറായിയുടെ ഭരണം
ജുഗുത്സാവഹമായിട്ടുള്ള ഒരു ഭരണമാണ്. അതിനെതിരെ ജനങ്ങളിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. കേരളത്തെ കടക്കണിയിലാക്കി LDFും UDFും കൂടി. കേരളത്തിന് ഒരു മിനിറ്റ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. എന്നിട്ട് കേരളീയം നടത്തുന്നു. ഇപ്പോൾ ഉല്ലാസയാത്ര നടത്തുന്നു. മുസ്ലിം ലീഗിനെ കിട്ടാതപ്പോൾ പിണറായി വിജയൻ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദിയെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നണിയിലെടുത്തിരിക്കുകയാണ്. പക്ഷേ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ധ്രുവീകരണം ഉണ്ടാകും. ജില്ലാ വൈസ് പ്രസിഡന്റ് രാമപ്പ മഞ്ചേശ്വരം അധ്യക്ഷത വഹിച്ചു. BDJS സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൈലി വാത്യാട്ട്, BJP സംസ്ഥാന സെക്രട്ടറി K. രഞ്ജിത്ത്, ജില്ലാ പ്രസിഡന്റ് രവീശതന്ത്രി കുണ്ടാർ, RLJP ജില്ലാ പ്രസിഡന്റ് രാമകൃഷ്ണൻ വാഴുന്നോറടി, SJT ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ ആചാരി തുടങ്ങിയവർ സംസാരിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ A. വേലായുധൻ സ്വാഗതവും വിജയകുമാർ റൈ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തൈക്കണ്ടോയിൽ സ്വർണം നേടി കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി N. ഗന്യ. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ഗന്യ മധ്യപ്രദേശിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുവാനും യോഗ്യത നേടി. എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തൈക്കോണ്ടോയിൽ സ്വർണം നേടി ജില്ലയുടെ അഭിമാനമായി N. ഗന്യ. എടനീർ സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥിനിയാണ് N. ഗന്യ. 17 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ 50 മുതൽ 65 കിലോ വിഭാഗത്തിൽ മത്സരിച്ചാണ് ഒന്നാം സ്ഥാനം നേടിയത്. യോധ അക്കാദമിയിൽ JN പൊയ്നാച്ചിയുടെ കീഴിലാണ് പരിശീലനം നടത്തിയത്. ഈ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ കൊണ്ടാണ് നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്നും ഗന്യ KCN ന്യൂസിനോട് പറഞ്ഞു. ഞാൻ 6 കൊല്ലമായിട്ട് യോധ തൈക്കോണ്ടോ അക്കാഡമിയിൽ തൈക്കോണ്ടോ പഠിക്കുന്നുണ്ട്. നമ്മളെ സർ JN പൊയ്നാച്ചി അവർ നമ്മളെ ഇടുത്ത് വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ കുറേ പ്രാക്ടീസും നൽകിയിട്ടുണ്ട്. നമ്മൾ 3 പേർക്ക് നമുക്ക് ഗോൾഡ് കിട്ടിന് 2 ആൾക്ക് സിൽവർ. പിന്നെ നമ്മൾ 3 പേര് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് പോകുന്നുണ്ട്. വിൽ ട്രൈ അവർ ബെസ്റ്റ്. കാസർകോട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ മാനേജറായ കറന്തക്കാട്ടെ B. നവീൻ കുമാറിൻ്റെയും കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിലെ ഓഫീസ് മാനേജർ രാജേശ്വരിയുടെയും മകളാണ് ഗന്യ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്പോർട്സിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയതോടെ മാതാപിതാക്കൾ ഗന്യയെ തൈക്കോണ്ടോ പരിശീലനത്തിന് വിടുകയായിരുന്നു. വിവിധ സ്പോർട്സ് മത്സരങ്ങളിൽ മികവ് തെളിയിച്ച് ഗന്യ നിരവധി സമ്മാനങ്ങളും നേടി. ഗന്യയുടെ വിജയത്തുടർച്ച സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തൈക്കോണ്ടോയിൽ സ്വർണമെന്ന നേട്ടം വരെ എത്തി നിൽക്കുന്നു. മകളുടെ അഭിമാന നേട്ടത്തിൽ മാതാപിതാക്കളും സന്തോഷത്തിലാണ്. ഇവള് ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് എറണാകുളം പോയിട്ട് ഗോൾഡ് മെഡൽ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ നാഷണൽ ലെവലിൽ ഭോപ്പാൽ മധ്യപ്രദേശിൽ ഇവിടെ പോകാനുണ്ട്. അതിനെനിക്ക് നല്ല സന്തോഷമുണ്ട് ഗോൾഡ് കിട്ടിയെന്ന് ഇവൾക്കും. അതുമാത്രമല്ല ഇവർ വേറെ കബഡിയിൽ പോയിട്ടുണ്ട്. ഇവൾ സ്കൂൾ ലെവലിൽ പോകുമ്പോൾ കബഡി കോമ്പറ്റീഷനിൽ പോയിട്ട് അവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. കബഡി, കൊക്കോ, പിന്നെ സ്പോർട്സ് 100 മീറ്റേഴ്സ് റേസ് അങ്ങനെയെല്ലാം പോയിട്ട് അവൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 കൂടി അതെ സ്പോർട്സിലെല്ലാം വല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നല്ല. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തൈക്കോണ്ടോയിൽ സ്വർണം കരസ്ഥമാക്കിയതിലൂടെ ഗന്യ മധ്യപ്രദേശിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടി. ദേശീയ മത്സരത്തിലും വിജയം ആവർത്തിക്കുവാൻ മികച്ച പരിശീലനത്തിലാണ് ഗന്യ ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രണ്ടാം ഘട്ട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വ്യാപാരി സംഘടനാ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യോഗം ചേർന്നു. മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള ഫലപ്രദമായ മാർഗങ്ങൾ പഞ്ചായത്ത് അധികൃതർ യോഗത്തിൽ നിർദ്ദേശിച്ചു. മാലിന്യങ്ങളെ ജൈവമെന്നും അജൈവമെന്നും അപകടകരമായ മാലിന്യങ്ങളെന്നും 3ആയി തരംതിരിച്ച് ശേഖരിക്കണമെന്ന് യോഗത്തിൽ അധികൃതർ വിശദീകരിച്ചു. സ്ഥാപനത്തിലെ സന്ദർശകർക്കും ഉപഭോക്താക്കൾക്കും മാലിന്യങ്ങൾ തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ അളവിലും വലുപ്പത്തിലും എണ്ണത്തിലുമുള്ള ബിന്നുകൾ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വത്തിൽ ക്രമീകരിക്കണം. സ്ഥാപനത്തിലുണ്ടാകുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് വൃത്തിയാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിശ്ചയിച്ചിരിക്കുന്ന ഹരിതകർമ്മസേനയ്ക്ക് നൽകുകയും അതിന് യൂസർ ഫീസ് നൽകേണ്ടതുമാണ്. സ്ഥാപനത്തിലും പരിസരങ്ങളിലും മാലിന്യം വലിച്ചെറിയാതെ സൂക്ഷിക്കണം. മാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്യുകയോ കത്തിക്കുകയോ ചെയ്യരുത് എന്നതടക്കമുള്ള നിരവധി നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് നൽകി. ഓരോ വാർഡിലെയും വ്യാപാര കേന്ദ്രങ്ങൾ ഗ്രാമപഞ്ചായത്ത് നൽകുന്ന ഉത്തരവുകൾ പാലിക്കണമെന്നും യോഗം ഓർമ്മിപ്പിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു.
നിർവഹിച്ചു. വ്യാപാരി സംഘടനാ നേതാക്കളും വാർഡ് മെമ്പർമാരും ഉൾപ്പെടെ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ആലമ്പാടി ഉദയാസ്തമന ഉറൂസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PB അഷ്റഫ് അച്ചു ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച കിളിർ ജുമാ മസ്ജിദ് ഉദ്ഘാടനവും ഉദയാസ്തമന ഉറൂസും ജനുവരി 21 മുതൽ 28 വരെ നടക്കുന്നതിന്റെ ഭാഗമായി പരിപാടികളുടെ ഏകോപനത്തിനും വിജയത്തിനുമായുള്ള ഉറൂസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PB അഷ്റഫ് അച്ചു ഉദ്ഘാടനം നിർവഹിച്ചു. ആലമ്പാടി ഖത്തീബ് PV അബ്ദുൾ സലാം ദാരിമി പ്രാർത്ഥന നടത്തി. ജമാഅത്ത് ജനറൽ സെക്രട്ടറി A മമ്മിഞ്ഞി, ജമാഅത്ത് പ്രസിഡന്റ് K അബ്ദുള്ള കുഞ്ഞി ഹാജി, ട്രഷറർ MM ഹമീദ് മിഹ്റാജ്, പ്രചരണ കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് മേനത്ത് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഉറൂസ് ഫണ്ട് ഉദ്ഘാടനം PB അഷ്റഫ് അച്ചു ഉറൂസ് കമ്മിറ്റി ട്രഷറർ MM ഹമീദ് മിഹ്റാജിന് നൽകി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രണ്ടാം ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവൽ കർണാടകയടക്കമുള്ള സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാരികളുടെയും ആഘോഷമാകും. ഡിസംബർ 22 മുതൽ പുതുവർഷ പുലരി വരെ നടക്കുന്ന ഫെസ്റ്റിവലിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ നടക്കും. ഫെസ്റ്റിവലിനായി അതിവിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ മംഗളൂരുവിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് മുൻപ് ദക്ഷിണ കന്നഡ ജില്ലയുടെ ഭാഗമായിരുന്നതിനാൽ ബേക്കലിന് ദക്ഷിണ കന്നഡയുമായി ദീർഘകാല ബന്ധമുണ്ട്. ഇക്കേരി രാജവംശത്തിലെ ശിവപ്പനായിക്കാണ് ചരിത്രപ്രസിദ്ധമായ ബേക്കൽ കോട്ട പണി കഴിപ്പിച്ചത്. ഇത്തരത്തിൽ ഈ ബേക്കൽ തീരത്ത് നടക്കുന്ന ബീച്ച് ഫെസ്റ്റിവൽ ദക്ഷിണ കന്നഡയുടെയും കൂടി ആഘോഷമാകുമെന്ന് സംഘാടക സമിതി ചെയർമാൻ CH കുഞ്ഞമ്പു MLA പറഞ്ഞു. കാസർഗോഡിന്റെ ചരിത്രം, സംസ്കാരം, ഭാഷാ വൈവിധ്യം, കലാരൂപങ്ങൾ, വികസന സങ്കല്പങ്ങൾ, ടൂറിസം മുന്നേറ്റങ്ങൾ എന്നിവ ഉൾക്കൊണ്ട് വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘാടക സമിതി ബീച്ച് ഫെസ്റ്റിവലിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഡിസംബർ 22 വൈകുന്നേരം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. ഫെസ്റ്റിവലിനായി അതിവിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിവരുന്നതെന്നും CH കുഞ്ഞമ്പു MLA അറിയിച്ചു. ബേക്കൽ ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ സെക്കൻഡ് എഡിഷൻ ഡിസംബർ 22 മുതൽ 31 വരെ ബേക്കൽ ബീച്ച് പാർക്കിൽ നടക്കുകയാണ്. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ 22-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഫെസ്റ്റിവലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് അമ്യൂസ്മെൻറ്റ്, അതിൽ ഡിഫറൻ്റായ ആളുകൾക്ക് ആകർഷിക്കുന്ന സംവിധാനങ്ങൾ, ഫുഡ് കോർട്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 2 സ്റ്റേജുകളിലായി വ്യത്യസ്ത കലാപരിപാടികൾ നടക്കുകയുമാണ് ഫെസ്റ്റിവലിൻ്റെ ആകർഷണ കേന്ദ്രം. ഫെസ്റ്റിവലിന്റെ ടിക്കറ്റ് വിൽപ്പന ഇത്തവണയും കുടുംബശ്രീക്ക് തന്നെയാണ്. ഇതുവഴി ജില്ലയിലെ മുഴുവൻ അയൽക്കൂട്ടങ്ങളിലും വീടുകളിലും ഫെസ്റ്റിവലിന്റെ സന്ദേശം എത്തിക്കുവാൻ കുടുംബശ്രീ ജില്ലാ മിഷൻ സത്വര നടപടികളുമായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെന്നും CH കുഞ്ഞമ്പു MLA കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചട്ടഞ്ചാൽ MIC കോളേജ് അലുമിനി മീറ്റിന്റെ പ്രചരണാർത്ഥം കൾച്ചറൽ എന്റർടൈൻമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾക്കായുള്ള ഗ്രാൻഡ് അലുമിനി മീറ്റ് ഏപ്രിൽ 27 നടക്കും. ചട്ടഞ്ചാൽ MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അലുമിനി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരുമിക്കൽ പരിപാടിയുടെ പ്രചരണത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികൾക്കായി കൾച്ചറൽ എന്റർടൈൻമെന്റ് പരിപാടി സംഘടിപ്പിച്ചു. കോളേജ് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരിപാടിക്ക് കൾച്ചറൽ എന്റർടൈൻമെന്റ് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. 2002 മുതൽ 2023 വരെയുള്ള ബാച്ചുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് അലുമിനി മീറ്റ് ഏപ്രിൽ 27 നടക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പരവനടുക്കം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സമർപ്പണവും ആദരിക്കൽ ചടങ്ങും നടന്നു. സാമൂഹിക സാംസ്കാരിക സേവന മേഖലകളിലെ നിറസാന്നിധ്യമായ പരവനടുക്കം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ഇൻവിറ്റേഷൻ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പരവനടുക്കത്ത് പ്രത്യേകം സജ്ജമാക്കിയിടത്തായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. പ്രമുഖ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് കാഞ്ഞങ്ങാട് സംഘ ജില്ലാ സംഘചാലക് ദാമോദരൻ ആർക്കിടെക്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആതുര സേവനത്തിന് ഉപയോഗിക്കുന്ന ഫ്രീസർ, ഓക്സിജൻ കൺസെൻട്രേറ്റർ, വീൽചെയർ എന്നിവ സുമനസ്സുകളുടെ സഹായത്തോടെ സേവാഭാരതിക്ക് സമർപ്പിച്ചു.
സമൂഹത്തിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച ഡോക്ടർ ജനാർദ്ദന നായക്, ഡോക്ടർ ഷക്കീൽ അൻവർ, പ്രജിത് മേലത്ത്, മനാസ് എം എ, മാവിലാറോഡ്, ദയാനന്ദ് ഭട്ട്, ഷിബിൻ രാജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കബഡി മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. ചെമ്മനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സദാശിവൻ നായർ, രാഷ്ട്രീയ സ്വയം സേവക് സംഘം ഗണ്ട് കാര്യവാഹക് എൻ നാഗേഷ് ജി, BJP ജില്ലാ സെൽ കോർഡിനേറ്റർ ബാബുരാജ്, BJP ഉദുമ മണ്ഡലം പ്രസിഡന്റ് KT പുരുഷോത്തമൻ, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ദേളി, ദേശീയ സേവാഭാരതി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗംഗാധരൻ അച്ചേരി, ദേശീയ സേവാഭാരതി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീധരൻ മണിയങ്ങാനം, സേവാഭാരതി പരവനടുക്കം രക്ഷാധികാരി നാരായണൻ കൈന്താർ, വിവേകാനന്ദ സേവാ സമിതി സെക്രട്ടറി ശ്യാം തൊടുക്കുളം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രുചിയിലും വലിപ്പത്തിലും നിറത്തിലും മണത്തിലും ഏറെ വൈവിധ്യമുള്ള നാട്ടുമാവിനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വൈവിധ്യമാർന്ന ഓർമ്മകളുടെ ചെറു മാന്തോപ്പുകൾ ഗ്രാമങ്ങൾ തോറും ഒരുങ്ങുന്നു. കുഞ്ഞിമംഗലത്തിന്റെ തനത് മാവിനമായ കുഞ്ഞിമംഗലം മാവിനെയും നാട്ടുമാവിനങ്ങളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ചെറു മാന്തോപ്പുകൾ ഒരുക്കുന്നത്. പയ്യന്നൂർ കോളേജ് ബോട്ടണി PG വിഭാഗവും കുഞ്ഞാങ്ങലം മാങ്ങ കൂട്ടായ്മയും പടന്ന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡും ചേർന്ന് നടക്കാവ് കാപ്പുകുളം പരിസരത്ത് 100ഓളം മാവിനങ്ങൾ നട്ട് ചെറുമാന്തോപ്പ് ഒരുക്കുന്നതിന് തുടക്കമിട്ടു. ചെറുമാന്തോപ്പ് പദ്ധതിയിലെ 9ാമത് മാന്തോപ്പിനാണ് 9-ാം വാർഡിൽ തുടക്കമിട്ടത്. ചലച്ചിത്ര അവാർഡ് ജേതാവും പഞ്ചായത്ത് അംഗവുമായ PP കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിമംഗലം മാവിന്റെ തൈ നട്ട് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഭാവി തലമുറക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ തിന്നുന്ന മാങ്ങയൊക്കെ ആരോ നട്ട മാവാണ്, അതിൻ്റെ മാങ്ങയാണ് നമ്മളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ വരും തലമുറക്ക് വേണ്ടി നമ്മൾ മാവ് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. പയ്യന്നൂർ കോളേജ് ബോട്ടണി PG വിഭാഗം തലവൻ ഡോക്ടർ രതീഷ് നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. MV മോഹനൻ, PP രാജൻ, MVP മുഹമ്മദ് കുഞ്ഞി, MK ലക്ഷ്മണൻ, TP മധു, TK പ്രീത, M ജാനകിയമ്മ, സൻബക് ഹസീന ബദറുദ്ദീൻ, T പ്രസീത, K നാരായണി എന്നിവർ മാന്തോപ്പൊരുക്കുന്നതിന് നേതൃത്വം നൽകി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. പള്ളിക്കര പഞ്ചായത്ത് പരിധിയിലെ ബിലാൽ നഗറിലെ ഹസൻ ബജാർ റോഡാണ് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. യാത്രാ ദുരിതം പേറി നാട്ടുകാർ. പള്ളിക്കര പഞ്ചായത്ത് പരിധിയിലെ കോട്ടക്കുന്ന് ബിലാൽ നഗറിലെ ഹസൻ ബജാർ റോഡാണ് ഈ കാണുന്നത്. 2, 3 എന്നീ വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡിനെ ആശ്രയിക്കുന്നത് നിരവധി കുടുംബങ്ങളാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് 9 വർഷത്തോളമായി. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി പേർ കാൽനടയാത്ര ചെയ്യുന്ന റോഡ് കൂടിയാണിത്. ടാറിംഗ് പൂർണ്ണമായി ഇളകിത്തുടങ്ങിയതോടെ വാഹനയാത്രയും കാൽനടയാത്രയും ഒരുപോലെ ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണെന്നും MLAക്കും പഞ്ചായത്ത് അധികൃതർക്കും വാർഡ് മെമ്പർമാർക്കും പരാതി നൽകിയതല്ലാതെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. 9 വർഷത്തോളം ഈ റോഡിന്റെ വർക്ക് ഇവിടെ നടന്നിട്ട് ഇപ്പോൾ കാണുന്നില്ല, റോഡിന്റെ അവസ്ഥ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ പഞ്ചായത്തും അല്ല മെമ്പർമാരായിട്ട് യാതൊരു സഹകരണവും ഇല്ല. നമ്മളിപ്പോൾ പഞ്ചായത്തിൽ പോയിട്ട് അന്വേഷിച്ച് അവരൊന്നൊരു നമുക്കത് ഒരു മറുപടി തരുന്നില്ല ഈ റോഡിനെ പറ്റിയിട്ടുള്ള. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആരുമായിട്ടാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്? അങ്ങനത്തെ പ്രശ്നത്തിലുള്ളത്. എത്രയോ കുട്ടികൾ ഒരു ദിവസം നടന്നു പോകുന്നുണ്ട്, വീഴുന്നുണ്ട്, കാല് പൊടിയുന്നുണ്ട്, ബസ് പോകുന്നുണ്ട്, കുറേ വാഹനങ്ങൾ പോകുന്നുണ്ട്, മദർസ് ഉണ്ട്, പിന്നെ സ്കൂൾ ബസ്സൊന്നും ഇതിലേ വരുന്നില്ല. അങ്ങനെ തന്നെ കുറേ ബുദ്ധിമുട്ടായിട്ടുണ്ട്. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് ഈ റോഡ്. രാത്രി മദ്രസ് ഉണ്ട് ഇവിടെ, പള്ളി മദ്രസ്, കോട്ടക്കുന്ന് സ്കൂള്, തച്ചങ്ങാട് സ്കൂളൊക്കെ എല്ലാം പോകുന്ന വഴിയാണ് ഇത്. നടന്നിട്ട് പോകാൻ തീരെ പറ്റുന്നില്ല. നടന്നിട്ട് പോകാൻ പള്ളിക്കര പഞ്ചായത്തിലെ 2-ാം വാർഡും 3-ാം വാർഡും ജോയിൻ ചെയ്യുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് 2-ാം വാർഡിന് മെമ്പറും ഇല്ല, 3-ാം വാർഡിന്റെ മെമ്പറും യാതൊരു റെസ്പോൺസിബിലിറ്റി അവർ തരുന്നില്ല. അവരുടെ ഭാഗത്തുനിന്ന് അവർ ചോദിച്ചാൽ പൈസ പാസ്സായെന്ന് മാത്രം പറയും. അത് എപ്പോഴാണ് പണി നടക്കുന്നത് യാതൊരു കാര്യവും അവർ വെളിപ്പെടുത്തുന്നില്ല. ഇന്ന് പോയി അന്വേഷിച്ചപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഫണ്ട് പാസ്സായിട്ടുണ്ടായിരുന്നു, 9,40,000 രൂപ പാസ്സായിട്ടുണ്ടായിരുന്നു. ആ ഫണ്ട് ഈ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി പ്രകാരം 1 കോടി രൂപ റിട്ടേൺ ആയിട്ട് പോകുന്നുണ്ട്. അതിൽ പോയെന്നാണ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഹാർബർ ഫണ്ടിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഈ റോഡിനായിട്ട് ഒന്നുമില്ല ഇതുവരെയായിട്ട് ഒരു ഇതുമില്ല. പലതവണ പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങി പരാതിപ്പെട്ടിട്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാണ് അധികാരികൾ ശ്രമിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കി തരണമെന്നും അല്ലാത്തപക്ഷം പ്രതിഷേധം ശക്തമാക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി.
കാസർഗോഡ് സിറ്റി ഗോൾഡിൽ ദി ഹോപ്പ് ഡയമണ്ട് എക്സ്പോയ്ക്ക് തുടക്കമായി. സിറ്റി ഗോൾഡിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായാണ് എക്സ്പോ ഒരുക്കിയിരിക്കുന്നത്. 10 ദിവസങ്ങളിലായി നടക്കുന്ന ഡയമണ്ട് എക്സ്പോയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് നിരവധി ഓഫറുകളാണ്. സ്വർണ്ണ വിശുദ്ധിയുടെ വിശ്വാസത്തിളക്കവുമായി കാസർഗോഡിന്റെ വിശ്വാസമാർജിച്ച സിറ്റി ഗോൾഡ് 25ാം വാർഷികത്തിന്റെ നിറവിൽ. പാരമ്പര്യത്തികവും ഒപ്പം കാസർഗോഡിന്റെ ഹൃദയമറിഞ്ഞുള്ള വൈവിധ്യങ്ങളായ കളക്ഷനുകളുമായി സ്വർണ്ണ വ്യാപാര രംഗത്ത് മറ്റാർക്കും സ്വപ്നം കാണാത്ത ഉയരങ്ങളാണ് 25 വർഷത്തിനകം സിറ്റി ഗോൾഡ് കീഴടക്കിയത്. 25ാം വാർഷികത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി സിറ്റി ഗോൾഡ് വലിയ ഓഫറുകളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. 25ാം വാർഷികത്തോടനുബന്ധിച്ച് ദി ഹോപ്പ് ഡയമണ്ട് എക്സ്പോയ്ക്കും ഷോറൂമിൽ തുടക്കമായിട്ടുണ്ട്. അഡ്കോ ഗ്രൂപ്പിലെ അബ്ദുൽ ഖാദർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. കെ ഇബ്രാഹിം മാംഗ്ലൂർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. നവാസ് പുത്തൂർ രണ്ടാമത്തെ വിൽപ്പനയും സനൂജ് BM മൂന്നാമത്തെ വിൽപ്പനയും ഏറ്റുവാങ്ങി. അബൂബക്കർ ബേർക്ക 4ാമത് വിൽപ്പനയും സുൽഫിക്കർ 5ാമത് വിൽപ്പനയും ഏറ്റുവാങ്ങി. സിറ്റി ഗോൾഡിന്റെ കന്ന ഡയമണ്ട്സിന്റെ പുതിയ വീഡിയോ ലോഞ്ചിങ് ഇബ്രാഹിം മാംഗ്ലൂരും അബ്ദുൽ ഖാദർ എരിയാലും ചേർന്ന് നിർവഹിച്ചു. പുതിയ ലേഡീസ് ഓർണമെന്റിന്റെ കളക്ഷൻ ലോഞ്ചിങ് കൈറുനിസ അബ്ബാസ് കാസി, സുബൈബ ഹമീദ് ബങ്കരക്കുന്ന്, ഖാദർ ഷാ എരിയാൽ, റഫീഖ് ചൗക്കി തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു. സിറ്റി ഗോൾഡ് ചെയർമാൻ കരീം കോളിയാട്, ഡയറക്ടർമാരായ ഇർഷാദ് കോളിയാട്, ദിൽഷാദ് കോളിയാട്, നൌഷാദ് ചൂരി, ബ്രാഞ്ച് മാനേജർ തംഷീദ് അടുക്കത്ത് ബയൽ, സെയിൽസ് മാനേജർ കൃഷ്ണൻ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ അജ്മൽ എന്നിവർ സംബന്ധിച്ചു. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് എക്സിബിഷനാണ് കാസർഗോഡ് സിറ്റി ഗോൾഡിൽ നടക്കുന്നത്. 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് എക്സിബിഷൻ 25-ന് സമാപിക്കും. 3 മാസക്കാലം സിറ്റി ഗോൾഡിന്റെ 25ാം വാർഷികാഘോഷം നടക്കും. ഈ കാലയളവിൽ പർച്ചേസ് നടത്തുന്നവർക്ക് സമ്മാന കൂപ്പണുകളും സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡുകളും ലഭിക്കും. നറുക്കെടുപ്പിൽ വിജയികളാകുന്ന 5 കപ്പിൾസിന് മലേഷ്യ ട്രിപ്പാണ് ബമ്പർ പ്രൈസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്ലാറ്റിനം ജൂബിലി വേറിട്ടതും മാതൃകാപരവുമായ രീതിയിൽ ആഘോഷിക്കുകയാണ് ബളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കിയ കുട്ടിക്കൊരു വീട് പദ്ധതി ശ്രദ്ധേയമാകുന്നു. ബളാന്തോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ കട്ടിളവെപ്പ് പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് നിർവഹിച്ചു. ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ MV കൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൾ M ഗോവിന്ദൻ, PT പ്രസിഡന്റ് KN വേണു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ്, പ്രധാനാധ്യാപിക TR സബിത, MC മാധവൻ, AJ ആൻഡ്രൂസ്, GS രാജീവൻ, കൂക്കൽ രാഘവൻ നായർ, സുരേഷ്, രഘുനാഥ്, ബിജു മല്ലപ്പള്ളി, ഗംഗാധരൻ, വേണുഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. 2024 ജനുവരി അവസാനത്തോടെ വീടിന്റെ പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറും. ന്യൂസ് ബ്യൂറോ, രാജപുരം. CPIM നേതാവ് K കുഞ്ഞിരാമന്റെ നിര്യാണത്തിൽ കാഞ്ഞങ്ങാട്ട് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. CPIM ബല്ല ഹൊസ്ദുർഗ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോട്ടച്ചേരിയിലാണ് യോഗം ചേർന്നത്. CPIM മുൻ ജില്ലാ സെക്രട്ടറിയും തൃക്കരിപ്പൂർ മുൻ MLAയുമായിരുന്ന K കുഞ്ഞിരാമന്റെ നിര്യാണത്തിൽ CPIM ബല്ല ഹൊസ്ദുർഗ് ലോക്കൽ കമ്മിറ്റികൾ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. E ചന്ദ്രശേഖരൻ MLA, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, M കുഞ്ഞികൃഷ്ണൻ, MP ജാഫർ, KV കൃഷ്ണൻ, കൃഷ്ണൻ പനങ്കാവ്, PP രാജു, പീറ്റർ, V കമാരൻ, VV പ്രസന്നകുമാരി, DV അമ്പാടി, KV രാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാനുമൊക്കെ ദീർഘകാലം അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കുഞ്ഞിരാമനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും വൈദ്യർ എന്ന ഒരു പ്രയോഗം കൂടി അതിൻ്റെ കൂട്ടത്തിലാണ് ഇത് ചേർക്കാൻ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്നതെന്നുകൊണ്ട് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ആ വൈദ്യത്തിൻ്റെ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും. KV ജയപാൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സേതു കുന്നുമൽ സ്വാഗത ഭാഷണം നടത്തി. പുതിയകണ്ടം അടിയാർക്കാവ് കരിച്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഫണ്ട് ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും നടത്തി.
മടിയൻകൂലം ക്ഷേത്രപാലകൻ ഈശ്വരന്റെ അമരഭൂമിക്കകത്ത് ചിരപുരാതനമായ അടിയാർക്കാവിലെ പ്രധാന തറസങ്കല്പത്തിൽ കരിഞ്ചാമുണ്ടിയമ്മയും അതിനോട് ചേർന്ന് 18 ഉപദേവീദേവന്മാരുടെ തറകളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കും സമാരംഭം കുറിക്കുന്നതിന്റെ മുന്നോടിയായി ഫണ്ട് ഉദ്ഘാടനം നടത്തി. ബ്രൌഷർ പ്രകാശനവും നടത്തി. കല്യാൽ മുച്ചിലോട്ട് മുഖ്യസ്ഥാനീകൻ കുമാരൻ കോമരം ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ നിർമ്മിക്കും. അപ്പോൾ നമ്മൾ ആദ്യം കരിങ്കല്ല് കൊണ്ടാണ് 1.5 ലക്ഷം രൂപ ആകുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞത് ആദ്യം തന്നെ നമ്മൾ ഓഫർ ചെയ്തു. പക്ഷെ വീണ്ടും പ്രശ്നം വെച്ച സമയത്ത് പറഞ്ഞു കരിങ്കല്ലിന്റെ ശില പറ്റൂല, മുമ്പ് ഉണ്ടായ രീതിയിൽ ശിലകൾ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു ഒരു 50,000 രൂപ കൂടി. അദ്ദേഹത്തിന് 3 തറകളുടെ പൈസ ഞാൻ തരാം. 3 ദേവീദേവന്മാരുടെ തറകൾ അങ്ങനെ മോഹൻദാസ് ജി അദ്ദേഹം പറഞ്ഞ് കുടിയേണ്ട സമയം ഞാൻ കിട്ടുത്തരും. അതുപോലെ ഇന്നലെ ഞങ്ങളുടെ ഒരു സ്ഥലത്ത് പോയിരുന്നു വെള്ളിക്കോത്ത്. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു വേറെ ഉള്ളിൽ പോയിട്ട് 5000 കൂടി തന്നു. അപ്പോൾ തെയ്യം പോടാന്ന് വെച്ചു. ഞാൻ തെയ്യമില്ല, അല്ല കഴിഞ്ഞ തെയ്യത്തിന് ഞാൻ വന്നിരുന്നു. നമുക്ക് തെയ്യത്തിന്റെ കാര്യമല്ല, തെയ്യം കഴിക്കാനായില്ല. നമ്മുടെ കഴിഞ്ഞ കാലവർഷത്തില് നമ്മുടെ കാവിനകത്ത് വലിയൊരു മരം പൊട്ടി വീണിട്ട് നമ്മുടെ കരിഞ്ചാമുണ്ടി അമ്മയുടെ തറയും മറ്റു ചിലതൊക്കെ നാശാംശമായിട്ടുണ്ട്. അത് പുനരുദ്ധാരണം ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ട്. അതിനു വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. പ്രമുഖ വ്യവസായി MC മുരളി ആദ്യ സംഭാവന നൽകി. കല്യാൽ മുച്ചിലോട്ട് മുഖ്യസ്ഥാനീകൻ കുമാരൻ കോമരം ഫണ്ട് ഏറ്റുവാങ്ങി. പുനരുദ്ധാരണ സമിതി ചെയർമാൻ ലക്ഷ്മണൻ MC മുരളിക്ക് നൽകി ബ്രൌഷർ പ്രകാശനം ചെയ്തു. VV ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. രമേശൻ പുതിയകണ്ഠം സ്വാഗതം പറഞ്ഞു. A ദാമോദരൻ, ഗണപതി ഭട്ട്, നാരായണൻ മുലക്കണ്ഠം, ഗീതാ ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ഭരതൻ കണ്ടത്തിൽ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖംമൂടി സംഘം വീടിന്റെ വാതിൽ തകർത്ത് വയോധിക ദമ്പതികളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. കാസർഗോഡ് പരവനടുക്കം കൈന്താറിലാണ് സംഭവം. കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ KM അഹമ്മദ് സ്മാരക അവാർഡ് പാലക്കാട് മനോരമ ന്യൂസിലെ ക്യാമറാമാൻ A നന്ദകുമാറിന് കഥാകൃത്ത് പത്മനാഭൻ കൈമാറി. അനുസ്മരണ സമ്മേളനവും നടന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം സ്വാഗതാർഹമെന്ന് EP ജയരാജൻ. കേരള താൽപര്യത്തിനൊപ്പമാണ് മുസ്ലിം ലീഗ് നിലപാടെന്നും EP. NCC ദേശീയ സൈക്കിൾ റാലിക്ക് കാസർഗോഡ് ഉജ്ജ്വല സ്വീകരണം. 42 ദിവസം കൊണ്ട് 3232 കിലോമീറ്റർ സഞ്ചരിച്ച് റാലി ന്യൂഡൽഹിയിൽ സമാപിക്കും. ദേശീയ ജനാധിപത്യ സഖ്യം NDA ജില്ലാ കൺവെൻഷൻ കാസർഗോഡ് നടന്നു. BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ തൈക്കണ്ടോയിൽ സ്വർണം. കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായി എടനീർ സ്വാമിജി സ്കൂളിലെ വിദ്യാർത്ഥിനി N ഗണ്യ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.